ലക്ഷ്മി, ലക്ഷ്മി, എന്റെ ലക്ഷ്മി. ലക്ഷ്മി, ജോസ്, വേഗം കാപ്പി കൊണ്ടുപോടാ. പെട്ടെന്ന് കൊണ്ടുപോടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കൊച്ചമ്മപ്പുറത്തുണ്ടോ? ഇല്ലേ? ഇനി എവിടെ പോയി നോക്ക്. ലക്ഷ്മി, കൊടും തണുപ്പിൽ ഈ വെളുപ്പാങ്കല്ലിൽ നീ കുളിച്ചോ? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എനിക്ക് കുളിക്കണം. ഇന്ന് മുങ്ങി കുളിക്കാഞ്ഞതുകൊണ്ട് എന്തോ പോലെ. ഇത് നമ്മുടെ നാടല്ല. ഈ തണുപ്പിൽ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കുകയില്ല. ഏതായാലും നീ കുളിച്ചീറൻ മാറിയപ്പോ സാക്ഷാൽ മഹാലക്ഷ്മി ആയിരിക്കും. നീ കാപ്പി കുടിക്കും. അയ്യോ, കുടിക്കരുത് കുടിക്കരുത്. പല്ല് തേക്കാതെയും മുഖം കഴുകാതെയാണോ കാപ്പി കുടിക്കുന്നത്? രാവിലെ കിടക്കയിലിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കാതെ എനിക്ക് എണീക്കാൻ പോലും പറ്റില്ല. എന്റെ ഈ നാടൻ മട്ടൊക്കെ മാറ്റി നിന്നെ ഞാനൊരു പരിഷ്കാരിയാക്കും. നാളെ ഷോപ്പിങ്ങിന് പോകണം. നല്ല 2-3 സാരി വാങ്ങിക്കണം. നല്ല ഫാഷനബിൾ 2-3 ബ്ലൗസ്. ഒരു സാരി 2-3 ബ്ലൗസ് ഉണ്ടല്ലോ എനിക്ക്. ആ മിനുങ്ങുന്ന ബ്ലൗസ് ഓടി. ആ സ്വർണം കെട്ടിയ ബ്ലൗസ് അല്ലേ? അയ്യോ, അതിവിടെ പുറത്തെടുക്കാൻ പോലും പറ്റില്ല. നീ എന്താ ഈ ആവണക്കണ പിടിച്ചോണ്ടിരിക്കുന്നേ? റാസ്കൽ, തണുത്ത കാപ്പി കൊണ്ട് വെച്ചിട്ട് പോയിരിക്കുന്നു. ഇപ്പൊ കൊണ്ടു ഇപ്പൊ കൊണ്ടു. മാഷും മാഡം കൊളാപ്ലിക്കേഷൻ. ഓ മാഷെ ചൂട്. ഇറങ്ങിക്കോ. കോഫി അയ്യോ. കോഫി വേണം. എന്താണ് ജോസ്? മുരളി സാറും അങ്ങനെയുള്ള ഭാര്യ സാറും വന്നിരിക്കുന്നു. ഉള്ളി സാറോ? അല്ല, മുരളി സാർ. ആ, അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനതാ വരുന്നു. ലക്ഷ്മിയെ കാണാൻ വന്നിട്ടുള്ളതാണ്. എന്റെ സ്നേഹിതന്മാരെ ആരെയും ഞാൻ വിവാഹം അറിയിച്ചിട്ടില്ല. വലിയ പരാതിയായിരിക്കും. ആ ലക്ഷ്മി പോയി സാരി ഇട്ടു. അയ്യോ, ഇവിടെ വരുന്ന ആളുകളെ കാണാൻ സാരി കൊടുക്കണം. എനിക്കിത് മതി. ഇവിടുത്തെ പരിഷ്കാരത്തിന് ഇതൊന്നും ചേർന്നായി. സാരമില്ല, നിന്നെ ഒരു നാടൻ പെണ്ണായിട്ട് തന്നെ അവർ ആദ്യം കാണട്ടെ. എന്താ? ഹലോ മുരളി. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹൗ ബി എ ഗുഡ് ഗേൾ. മിസ്റ്റർ സതീഷ്, നിങ്ങൾ ഞങ്ങളെയെല്ലാം മാരേജിന് ഇൻവൈറ്റ് ചെയ്യാതിരുന്നത് ശരിയായില്ല. ക്ഷമിക്കണം, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തില്ലല്ലോ. ഇത്
മിസ്റ്റർ മുരളി എന്റെ സ്നേഹിതൻ. നമസ്തേ ജി. ഇത് മിസ്സിസ് മുരളി. ഹായ്. എന്റെ ഭാര്യയെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. ഓ, ഇവൾ അഫ്സൽ നാടൻ പെണ്ണാണ്. 100% കൺട്രി. ഇനി നിങ്ങളെയൊക്കെ കണ്ടുവേണം അവൾ പരിഷ്കാരം പഠിക്കാൻ. നെവർ മൈൻഡ് മിസ്റ്റർ സതീഷ്. 2 ദിവസം, ഓൺലി 2 days എന്റെ കൂടെ വിടും. ഞാൻ ഇവരെ അൾട്രാ മോഡേൺ ആക്കി തരാം. നിന്നെ ഞാൻ മാരേജ് ചെയ്യുമ്പോ പരമ ബോറായിരുന്നില്ലേ? മുടിയൊക്കെ ചേ, ഇപ്പൊ നോക്കൂ എത്ര മോഡേൺ ആയിരിക്കുന്നു. ലക്ഷ്മിയെ ഞാൻ തന്നെ മോഡേൺ ആയിക്കൊള്ളാം. തന്റെ സഹായമൊന്നും വേണ്ടോ? അപ്പോൾ മിസ്റ്റർ സതീഷ്, മിസ്സിസ് സതീഷ്, നിങ്ങൾക്കൊരു ഡിന്നർ തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, താങ്ക് യു. അശ്വതി ഹോട്ടലിലെ ഡിന്നർ ഹാളിൽ വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സൺഡേ. വെരി ഗുഡ്. മിസ്റ്റർ സതീഷ് എന്ത് പറയുന്നു? നമുക്ക് പൊയ്ക്കളല്ലേ? എവിടേക്ക്? ഡിന്നറിന് ചാപ്പാടിക്കാൻ ഞാനില്ലാതെ. ഹലോ, ഇവിടെ ഓടി പോകുന്നത് ഡയാന. റോമൻ ജനതയുടെ ജീവനുള്ള വീനസാണ് അവൾ. പലസ്റ്റൈൻ വീഞ്ഞിന്റെ മാധുര്യവും പനിനീർപ്പൂവിന്റെ പരിശുദ്ധിയുമാണവൾ. ടൈബർ നദിയുടെ വീണക്കമ്പികൾ, ചാഞ്ഞു നിൽക്കുന്ന ഒഴിവുമരച്ചില്ലകൾ, തട്ടി ഉണർന്നു വരുന്ന സ്വർഗീയ സംഗീതമാണവൾ. ഡയാന, മൈ ഡാർലിംഗ്. No, I am a great actor. No, പഗ്ഗര. ഞാന് ബോംബെയിൽ ഇന്ത്യ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു നടനാണ്. സിനിമയുടെ കേക്ക് പോലും ഞാൻ കണ്ടില്ല. ജോസ്, ലക്ഷ്മി, എന്താ ഞാനാണ് ലക്ഷ്മി. എന്ത് പറ്റി? ലക്ഷ്മി എന്ത് പറ്റിയെന്ന് പറയൂ. എന്ത്